Hi, I am Kali Hussain, workshop instructor ACD, Christopher ITI, ധോണി എന്നാണ് ക്ലാസ്. ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫ്രിക്ഷനെ കുറിച്ചിട്ട്, ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡി കോണ്ടാക്ട് ആയിരിക്കാം. Whenever two bodies are in contact, means consider this one is one body. ഇത് ഒരു ബോഡിയാണ്. അതിന് മുകളിൽ വേറൊരു ബോഡി വയ്ക്കുമ്പോൾ വേറൊരു ബോഡി, ഇപ്പൊ ഈ രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്ട് ആണ്. ആ സമയത്ത് when force is given, one of the bodies like this, that means P is the force given on the body horizontally, and another force is developed in between two bodies. This one is one body and another body is the frictional force is developed in between two bodies acting opposite or acting against the applied force. The force developed is known as frictional force. So how the frictional force is developed means because of the surface roughness of the body. അതായത് രണ്ട് ബോഡി തമ്മിൽ സർഫസ് റഫ്നെസ് ആണ് അതിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് വൺ ഈസ് വൺ ബോഡി, ദിസ് ഇസ് സീം ടു ബി. എന്താണ് ഇങ്ങനെ കാണാൻ കാരണം പറഞ്ഞാൽ, പ്ലെയിൻ ബോഡി, നമ്മൾ പ്ലെയിൻ ബോഡി നാക്കഡ് ഐയിൽ കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ കാണുമ്പോൾ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ പ്ലെയിൻ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ, മാഗ്നിഫയർ നോക്കി കഴിഞ്ഞാൽ ഈ ബോഡി ഇങ്ങനെ ഉണ്ടാവാം. മാഗ്നിഫയർ നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനൊരു ബോഡി വെക്കുമ്പോഴും ഇങ്ങനെയാണ് അത് വന്ന് ചെയ്യുന്നത്. അനദർ ബോഡി, ദീസ് ടു ബോഡീസ്. അപ്പൊ ആക്ച്വലായിട്ട് നമ്മൾ വന്നിട്ട് ഈ സർഫസ് റഫ്നെസ് ഉള്ള ബോഡിയിൽ ഇതുപോലെ വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, ഈ ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് രണ്ട് ബോഡി തമ്മിൽ ഇന്റർലോക്കിംഗ് അല്ലെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാവും. ദാറ്റ് മീൻസ് ദാറ്റ് ഗ്രിപ്പ് ബിറ്റ്വീൻ ടു ബോഡീസ്. അപ്പൊ നമ്മൾ എന്തെയും പറഞ്ഞാൽ ആ ബോഡി ഇങ്ങനെ പി വന്ന ഫോഴ്സ് വെച്ചിട്ട് വലിക്കുമ്പോൾ when the body is pulled over the another body, there will be production of heat in between the two bodies. ഹീറ്റ് അതിൽ ഉണ്ടായിത്തീരും. അപ്പൊ അതാണ് ഫ്രിക്ഷൻ സമയത്ത് ഹീറ്റ് ഉണ്ടാവാൻ കാരണം. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടാകാൻ സാധാരണ നമ്മൾ വന്നിട്ട് ഒരു അയൺ റോഡ്, ഏതെങ്കിലും ഒരു റോഡ് അല്ലെങ്കിൽ വയർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻഡ് ചെയ്ത ഭാഗത്ത് വന്നിട്ട് ഇപ്പൊ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു റോഡ് ഉണ്ട്, സ്ട്രൈറ്റ് സ്ലിം റോഡ്. അതിന് നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡ് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ഹീറ്റ് വരാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. പ്ലെയിൻ റോഡ്, സ്ലിം റോഡ് ഇസ് ബെൻഡ് and the heat is produced at the corner of the bend. That means at the bend portion the heat is produced that we absorb. അപ്പോൾ അതുപോലെയാണ് ഹീറ്റ് ഉണ്ടാവാൻ കാരണം. ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഹീറ്റ് ആൻഡ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹീറ്റ് ഉണ്ടാവുമ്പോൾ, അതായത് ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താവാ, ഹീറ്റ് ഉണ്ടാവുമ്പോൾ ഹീറ്റിൻ്റെ ഒപ്പം സൗണ്ടും ഉണ്ടാക്കിയത്. ഇനി വേറെ ചില കാര്യങ്ങളും ഇതിൽ പഠിക്കാണ്ട്, ഇതിൻ്റെ ടെർമിനോളജി എന്ന് പറയും. അതായത് നമുക്ക് വന്നിട്ട് ഫ്രിക്ഷൻ അതിൻ്റെ ടോപ്പിക്കിൽ നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാൽ, വാട്ട് ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറഞ്ഞാൽ, മിനിമം ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ഡിസ്പ്ലേസ് ദി ബോഡി ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറഞ്ഞാൽ, ഈ ബോഡി ഇതിന്റെ മുകളിൽ നമ്മൾ വലിക്കണം. അപ്പോൾ ഒരു മിനിമം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങി കിട്ടും. അതിനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് ലിമിറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ കൺസിഡർ ദിസ് വെയിറ്റ് ഓഫ് ദി ബോഡി. Weight of the body actually that is equal to mass of the body into absolute gravity. It's called a weight of the body, which is measured, that can be measured in Newton. ന്യൂട്ടണില് നമുക്ക് മെഷർ. ഇനി ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട് ടെർമിനോളജിയിൽ, നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, normal reaction means
That is what is the force that acts against the weight of the body is known as normal reaction. ഇനി ഒരു പോയിന്റ് പറയാൻ, അതായത് നമ്മൾ ബോഡിന്റെ വെയിറ്റിന് എതിരായിട്ട് ആ സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ എത്ര ബലം കൊടുക്കുന്നുണ്ടോ അതാണ് അതിന്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നു. ദ നോർമൽ റിയാക്ഷൻ ഈസ് ഓൾവേസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ബോഡി. അതായത് നമുക്ക് നോർമൽ റിയാക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദിസ് ഓൾവേസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ബോഡി. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എക്സാം നോക്കുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ദിസ് വൺ ഇസ് കോൾഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനില് വെയിറ്റ് ഓഫ് ദി ബോഡി ദാറ്റ് ഇസ് ഓൾവേസ് ആക്ടിങ് ടുവേഴ്സ് ദി സെന്റർ ഓഫ് ദി ബോഡി. സെന്റർ. അപ്പൊ ഇതിൽ വന്നിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. നോർമൽ റിയാക്ഷൻ ഈസ് ആക്ടിങ് perpendicular to the plane of the body. This is called the plane of the body, and this one is called normal reaction. Normal reaction ഉണ്ടാവുന്നു. This is called a normal reaction ആണ് കാണുക. അപ്പോൾ നമുക്ക് angle, if it is considered as angle, this limit is known as W cos theta. According to trigonometry, that is adjacent by hypotenuse is called cos, normal reaction. The W cos theta is normal reaction in inclined plane. അപ്പോൾ അതുപോലെ വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ഏതിനാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കതിന് വാട്ട് യു മീൻ ബൈ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മീൻസ് വാട്ട്? കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മീൻസ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ limiting friction to the normal reaction. That's called the coefficient of friction. That means F proportion to normal reaction. അതായത് നമുക്ക് വന്നിട്ട് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് നോർമൽ റിയാക്ഷന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ എഫ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ ബിക്കം കോൺസ്റ്റന്റ്. ദാറ്റ്സ് നോൺ ആസ് mu. So what do you mean by mu? Mu means force by normal reaction is called mu, and normal reaction has no unit because F is represented in Newton. Normal reaction is also represented in Newton. So Newton, if it is cancelled, that become the unitless value. That's called the coefficient of friction is called mu. Mu ആണ് അതിൽ. ഇനി നമുക്കിതില് നോർമൽ റിയാക്ഷൻ വന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനില് നോർമൽ റിയാക്ഷനും വെയിറ്റ് ഓഫ് ദി ബോഡിയും ഈക്വൽ ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നോർമൽ റിയാക്ഷനും വെയിറ്റ് ഓഫ് ദി ബോഡി നോക്കിക്കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വന്നിട്ട് നോർമൽ റിയാക്ഷൻ ഉള്ളത് എപ്പോഴും തന്നെ വെയിറ്റിനെക്കാട്ടിലും കുറവായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ എന്താ പറയാ? അപ്പോ നോർമൽ റിയാക്ഷൻ ഏതിലാണ് കുറവായെന്ന് പറഞ്ഞാൽ ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ദി നോർമൽ റിയാക്ഷൻ ഈസ് ഓൾവേസ് less than that of the weight of the body. But in horizontal plane, weight of the body that is equal to the normal reaction എന്ന് പഠിച്ചു വരാം. അപ്പൊ നമുക്ക് ഇതിലെ ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ what is the content? Its conclusion is that what do you mean by friction? Friction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ബോഡിയിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് എതിരായിട്ട് വേറൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നോർമൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ നോക്കി കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷനും വെയിറ്റ് ഓഫ് ദി ബോഡിയും ഈക്വൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനില് നമുക്ക് കാണാണെങ്കിൽ ദി നോർമൽ റിയാക്ഷൻ ഈസ് ഓൾവേസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ എന്ന് പഠിച്ചു. വെദർ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇറ്റ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. ഇനി inclined plane also the normal reaction is acting perpendicular to the plane എന്ന് പഠിച്ചു. Then how will you minimize friction? The friction ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കുറയ്ക്കും? We cannot eliminate completely the friction force. അതായത് രണ്ട് ബോഡി തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. But we can minimize the friction by using suitable lubricants. So what are the lubricants generally we use means the one is the solid lubricant. So what do you mean by solid lubricant means? Solid lubricant, that's called what is solid lubricant? That is graphite is best solid lubricant. And a semi-solid lubricant that's called grease. That means in bearing
and some other mechanical assembly that's causing the friction, that means pin, shaft, etc. We can use, that is the what is called the grease we can use. In another one is the liquid lubricant. Liquid lubricant is, what is liquid lubricant means? Liquid lubricant means which is always used in gearbox നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും നമുക്ക് അതിലെ ബുഷസ്, ഫാൻ ബുഷസിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റാം, നമുക്ക് വന്നിട്ട് അതിന്റെ ലൂബ്രിക്കൻസ്, അതായത് ലിക്വിഡ് ലൂബ്രിക്കൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലൂബ്രിക്കൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. So this is the overall idea about the friction. Because I hope you would have understood the topic. Thank you.